ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഒരു ഗ്രാമത്തിന്റെ ചരിത്രത്തിലേക്കാണ്. ഒരു കാലത്ത് സ്വർണ്ണ ഖനനം പോലും നടന്നിരുന്ന ഒരു ഗ്രാമമാണിത്. ബാണാസുര ഡാമിനുള്ളിൽ ഒരു ഗ്രാമം ഉറങ്ങിക്കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെ ഒരു ഗ്രാമമുണ്ട്. ഗ്രാമത്തിന്റെ അവശേഷിപ്പുകൾ അണക്കെട്ടിലെ വെള്ളം വറ്റുമ്പോൾ ഇപ്പോൾ കാണാൻ കഴിയുന്നുമുണ്ട്. ആ ഗ്രാമം തേടിയാണ് 24 റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. വയനാട്ടിലെ തരിയോട് ഗ്രാമത്തിൽ നിന്നും സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് ആദ്യം. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വയനാട്ടിൽ ഒരു ഗ്രാമമുണ്ടായിരുന്നു. ബാണാസുരസാഗർ അണക്കെട്ട് കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് ആ ഗ്രാമം ഇപ്പോൾ ജലസമാധിയിലാണ്. ആ ഗ്രാമത്തിന് പേര് തരിയോട് എന്നാണ്. കുടിയേറ്റത്തിൻ്റെയും കൂട്ടപ്പലായനത്തിൻ്റെയും കഥകൾ ഉറങ്ങുന്ന ആ ഗ്രാമത്തെ തേടുകയാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ. മഴ കനത്താൽ വെള്ളത്തിലമരുന്ന വഴികളിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇത് ബാണാസുര റിസർവോയർ. ഈ വഴിയെത്തുന്നത് അണക്കെട്ടിലെ ജലശേഖരത്തിലേക്കാണ്. ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. നിരവധി കുടുംബങ്ങൾ പാർത്തിരുന്നു. ആരാധനാലയങ്ങളും വിദ്യാലയവും വ്യാപാര സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. ഈ പാതയിലൂടെ ഒരു കാലത്ത് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞിരുന്നു. ജലസംഭരണിയുടെ അടിത്തട്ടിലുണ്ട് ഇപ്പോഴും ആ ഗ്രാമം തരിയോട്. ഇതിനപ്പുറത്തേക്ക് വഴിയില്ലാത്തതിനാൽ നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിൻ്റെ താഴെ ഇതെല്ലാം തന്നെ ആ ഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് ടാറിട്ട റോഡിൻ്റെ അവശിഷ്ടം ഇപ്പോഴും കാണാം. അത് നേരെ ഡാമിലേക്ക് അങ്ങനെ നീളുന്ന വഴിയാണ്. ഈ വഴി നേരെ പടിഞ്ഞാറേത്തറയിലേക്കാണ് പോകുന്നത്. പ്രദേശത്തുള്ള ജോർജേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ്. ജോർജേട്ടൻ, നമുക്ക് ഈ നാടിനെക്കുറിച്ച് പറഞ്ഞു പോവാം. നിങ്ങളുടെ നാട് എന്തായിരുന്നു? ഈ നാട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ആ കാലം തൊട്ട് ഇവിടെ ഒരു തരിയോട് അങ്ങാടി എന്ന് പറഞ്ഞൊരു അങ്ങാടി ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വരുന്ന സാധനം വാങ്ങിക്കുന്നത് അന്ന് 79-ലാണെന്ന് തോന്നുന്നു ബാങ്ക് ആദ്യമായിട്ട് ഗ്രാമീണ ബാങ്ക് വരുന്നത്. അതിൽ അന്ന് ഞാൻ അക്കൗണ്ടിൽ എടുത്തതാണ്. അപ്പോൾ ആ ബാങ്ക് കാവുമ്പത്താണ്. മൃഗാശുപത്രി ഉണ്ടായിരുന്നു, ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഭൂപ്രദേശമായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ തിങ്ങി പാർക്കുന്ന എല്ലാ മതസ്ഥരും താമസിച്ചുകൊണ്ടിരുന്നൊരു ഏരിയയാണ്. അങ്ങനെയാണ് പഴയ തരിയോട്. ഇപ്പം ഞങ്ങൾക്കതൊക്കെ ഓർമ്മകൾ മാത്രം. കുടിയേറ്റത്തിൻ്റെ ചരിത്രമുള്ള മണ്ണാണ് വയനാട്. തരിയോട് എന്ന ഗ്രാമത്തെ രൂപപ്പെടുത്തിയതും കുടിയേറ്റമാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കോട്ടയം രാജവംശം കുടിയിരുത്തിയ തറവാട്ടുകാരിൽ നിന്നും തുടങ്ങുകയാണ് തരിയോടിൻ്റെ ചരിത്രം. സ്വർണ്ണഖനനത്തിന് ഇംഗ്ലീഷ് കമ്പനി വന്നതോടെ മറ്റു സംവിധാനങ്ങളും പിന്നാലെയെത്തി. പിന്നീടങ്ങോട്ട് തരിയോട് തിരക്കുള്ള ഗ്രാമമായി രൂപപ്പെട്ടു. സ്മിത്ത് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വന്ന് തരിയോട് വന്നിട്ട് സ്വർണ്ണഖനനമൊക്കെ നടത്തിയിരുന്നു. അവസാനം അയാൾ ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറഞ്ഞ് നഷ്ടത്തിലായിരുന്നോ. ഇതാ കാണുന്നതൊക്കെ വീടിൻ്റെ തറകളാണ്. എത്രയോ അടുത്തടുത്ത് വീടുകൾ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അതുപോലെ പള്ളിപ്പെരുന്നാൾ വരികയാണെന്നുണ്ടെങ്കിൽ കുറ്റിയാമാരാണ് അടുത്ത പള്ളി. അതിനിവിടെയാണ് പ്രദക്ഷിണം വരിക. ആ പ്രദക്ഷിണം വരുന്ന സമയത്താണേലും എല്ലാ മതസ്ഥരും, അതിൻ്റെ കൂട്ടത്തിൽ ആദിവാസികളുണ്ട്, എല്ലാവരും ഒറ്റ ഒരുമയോടെ കൂടിയിട്ട് ജീവിച്ചൊരു കാലമായിരുന്നു. ഇപ്പോൾ അത് ഓർമ്മയിൽ മാത്രം നമുക്കെന്താ പറയാൻ വയ്യ. തരിയോടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വയനാട്ടിലെ ഏറ്റവും വലിയൊരു ടൗണായി മാറി. ആയിരത്തി 1969 ബാണാസുരസാഗർ അണക്കെട്ടിന്റെ സർവേ തുടങ്ങി. 80കൾക്കിപ്പുറം സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി. കുടുംബങ്ങൾ ഘട്ടം ഘട്ടമായി ജീവിതം മറ്റൊരിടത്തേക്ക് പറിച്ചു നട്ടു. ചിലർ ബാണാസുരമലയുടെ പരിസര പ്രദേശങ്ങളിൽ തന്നെ ജീവിതം കരുപ്പിടിപ്പിച്ചു.
മറ്റു ചിലർ അകലങ്ങളിലേക്ക് പലായനം ചെയ്തു. ഒരു നാട് ജലസമാധിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്യപ്പെടുമ്പോൾ കുട്ടിയായിരുന്ന ഒരാൾ കൂടിയുണ്ട്, ജോമോൻ. ജോമോൻ ഈ നാട്ടിൽ ആയിരുന്നു, ജോമോന്റെ കുടുംബം, വീട് ഇതിനകത്തുണ്ട് എന്ന് ജോർജ് ചേട്ടൻ പറഞ്ഞല്ലേ? അവിടെയാണെന്നാണ് എൻ്റെ വീടുണ്ടായത്. ചേട്ടാ, ആ മരക്കുറ്റി കാണുന്നിടത്ത് വീട്ടുപേര് പുതുപ്പറമ്പിൽ നിന്നായിരുന്നു. അവിടെയൊക്കെ ഇവരുടെ വീടിൻ്റെ മുറ്റത്തോട് തന്നെ ഒരു റോഡുണ്ടായിരുന്നു. ഇതൊക്കെ ഈ പുല്ലുമലയായിരുന്നു, തൈലം ഒക്കെ പാറ്റുന്ന പുല്ലുമല. അന്ന് ഈ തരിയോട് ടൗണിൽ അയ്യപ്പനാനയ്ക്ക് മത ഇളകി. അന്ന് എന്നെയൊക്കെ എടുത്തിട്ട് ഓടുന്നതൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് ഞാനൊക്കെ ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ തലമുറയായിരിക്കും. അതിനുശേഷം ഇവിടെ ഈ നാടില്ല, തലമുറകളൊന്നുമില്ല. 85 കാലഘട്ടമുള്ളൂ. അതോടുകൂടി എല്ലാവരും ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെ പിരിഞ്ഞു പോയി, പല സ്ഥലങ്ങളിലായി. ഇപ്പോഴും ഈ നാടിൻ്റെ കൂടിച്ചേരലുകൾ തൊട്ടപ്പുറത്ത് സ്കൂളുകളിൽ നടക്കാറുണ്ട്. ഏറ്റവും അധികം കുടിയിറക്കം നടന്നിരിക്കുന്നത് കൊട്ടിയൂർ അങ്ങനെയുള്ള ഏരിയയിലാണ്. അവിടെ നിന്നൊക്കെ ആളുകൾ ഇപ്പോഴും വരികയാണ്. ഒരു തലമുറ മാറ്റം ഉണ്ടായെങ്കിലും ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ടേക്ക് വന്ന് ഈ നാടിനെ അനുസ്മരിച്ച് പിരിഞ്ഞു പോകുന്ന ദിവസങ്ങളുണ്ട്. അണക്കെട്ട് വരണ്ടുണങ്ങുമ്പോൾ കാണാനാകും ആ പഴയ ഗ്രാമത്തിന്റെ അവശേഷിപ്പുകൾ. കൽക്കൂനകളായി മാറിയ കെട്ടിടങ്ങൾ, ദ്രവിക്കാതെ നിൽക്കുന്ന കൂറ്റൻ മരങ്ങളുടെ കടക്കുറ്റികൾ, അങ്ങനെ എത്രയെത്ര കാഴ്ചകൾ. ഇപ്പോൾ എനിക്കൊക്കെ കാണുമ്പോൾ ദൈവം ഇതൊക്കെ നശിച്ചു പോയല്ലോ എന്നുള്ളൊരു ചിന്താഗതിയാണ്. വല്ലപ്പോഴും ഇതേപോലെ വരും, കാണും, തിരിച്ചു പോകും, വീട്ടിൽ പോയിരുന്നിട്ട് ആലോചിക്കും ഇതൊക്കെ ഇന്നുണ്ടായിരുന്നെങ്കിൽ. അണക്കെട്ടിനുള്ളിൽ ഇപ്പോഴും ഉണ്ടാകാം സ്വർണ്ണത്തരികൾ ഒളിപ്പിച്ച ചെളിക്കൂമ്പാരങ്ങൾ. അത്തരത്തിലൊരു സുവർണ ചരിത്രമാണല്ലോ ഈ നാടിൻ്റേത്. ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായ എത്രയോ നാടുകളും സംസ്കാരങ്ങളും ഉണ്ടാകാം. അക്കൂട്ടത്തിൽ ഒരു പേരുകൂടി, തരിയോട്. റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര തുടരുകയാണ്. സോബിൻ വൈഡ് മീഡിയ പകർത്തിയ ആകാശ ദൃശ്യങ്ങൾക്കും ക്യാമറാമാൻ മനു ദാമോദരനുമൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.